ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ. ഫാമിലി ആയിട്ട് പെട്ടെന്ന് തീരുമാനിച്ച് നമ്മൾ വാഗമണിലേക്കൊന്ന് പോവുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയാലോ? അപ്പോൾ നമ്മൾ വാഗമണിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്രകളെന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്നു ചേരുന്ന ചെറിയ ചെറിയ നിമിഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. എന്താ പറയുക, നമ്മൾ അനുഭവിക്കുന്നതിലെല്ലാം നമ്മുടെ മാനസികമായിട്ടുള്ള ഡിപ്രഷൻ, നമ്മുടെ ഹാപ്പിനെസ് ഇല്ലായ്മ എല്ലാം ചിലപ്പോൾ ഒരു യാത്ര പോകുന്നതോടെ എല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയാകാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. സോ എന്തൊക്കെയാണെങ്കിലും നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മുടെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടെന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ എന്തിൽ നിന്നൊക്കെയോ ഒളിച്ചോടുന്ന ആ ഒരു എല്ലാം ഒറ്റ ഒരു നിമിഷം കൊണ്ട് നമുക്കില്ലാതെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ചില വൈബ്സും കാര്യങ്ങളൊക്കെ. സോ അത് ഒരുപാട് സ്പെഷ്യലാണ് കേട്ടോ. ഈ യാത്രയിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇൻട്രസ്റ്റിംഗ് എന്നല്ല, ഒരുപാട് ഫാമിലി ടൈം. ഈ ഒരു പോർഷൻ വീഡിയോയിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സാണ്. എന്നുവെച്ചാൽ എന്താണ്, ലൈഫിൽ ഒരുപാട് നമുക്ക് എന്താ പറയുക, ഞാനിപ്പോഴും ഒന്നുമല്ല, കംപ്ലീറ്റ് അല്ല എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ഫാമിലിയായിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അത് വളരെ 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 വലുതാണ്. ഞാൻ ഒരുപാട് നീട്ടി ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. സോ എൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിൽ ഒരുപാട് തൃപ്തി, ഞാൻ ഒരുപാട് എന്താ പറയുക, ഞാൻ മൊത്തത്തിലങ്ങ് നിറഞ്ഞു എന്ന് തോന്നിയ ഒരു നിമിഷമായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ഫാമിലി ടൈം. എന്ന് വെച്ചാൽ ഇതൊക്കെ മുമ്പ് നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ പോയിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ തോന്നിയില്ല. പക്ഷേ ഈ സമയം എനിക്കത് എടുക്കാൻ തോന്നി. കാരണം ആ ഒരു കുന്നിൻ്റെ മുകളിൽ, ആ മുട്ടക്കുന്നിൻ്റെ മുകളിൽ എന്നൊക്കെ എല്ലാവരും പറയില്ലേ, അവിടെ വേറെ ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ 3 പേര് മാത്രം ആ ഒരു കുന്നിൻ്റെ മുകളിൽ ആകാശത്തിന് കീഴെ ആ ഒരു കാറ്റും ഒരു കംപ്ലീറ്റ്ലി ആ നേച്ചറിൻ്റെ ആ ഒരു ഫുൾ ഫീലിങ്സ് നമുക്ക് മൊത്തത്തിൽ കിട്ടി. ഒരു ഹാപ്പിനെസ്സും ഞങ്ങളുടെ ഞങ്ങളുടെ മോൻ്റെ ചിരിയും കളിയും തമാശയും എല്ലാമായിട്ടും ഭയങ്കര സ്പെഷ്യലായിരുന്നു ഞങ്ങൾക്കിത്. ഒരുപാട് ഒത്തിരി ഹാപ്പിനെസ് തന്ന ഒരു മൊമെൻറ്റ്സ്. എനിക്കത് വേർഡ്സ് ഇല്ല, അതെങ്ങനെ പറയണം എന്നറിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ യാത്രകളും ഓരോ ഡ്രീംസാണ് നമുക്ക് തരുന്നത്. ഓരോ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും മാറി മറിയുന്ന ലോകത്തിൽ നിന്നും നമുക്ക് മുന്നോട്ടും പിന്നോട്ടും കൊണ്ടുപോകാനുള്ളതൊക്കെ നമുക്കൊരു യാത്ര ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കിത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഒരുപാട് സ്ഥലങ്ങൾ, പേരുകേട്ട സ്ഥലങ്ങളിലൊക്കെ പോകണം, ഒരുപാട് ഇൻ്റർനാഷണൽ ട്രിപ്പ്, അങ്ങനെയൊക്കെ ഒത്തിരി ട്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രം കിട്ടുമെന്നുള്ള പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ പോയിരിക്കുമ്പോൾ നല്ല ആ ഒരു നേച്ചർ, പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, തൊണ്ടയ്ക്ക് കുറച്ച് കിച്ചുണ്ടെന്നാണ് ഇടയ്ക്ക് സ്റ്റക്കാകുന്നത്. സോ അത് നമുക്ക് സ്പെഷ്യൽ ടൈം ഫാമിലിയോടെ കിട്ടും. ഒത്തിരി ആളും ലഹളയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ. സോ അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് എത്തി. അവിടെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും മെമ്മറീസും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയതിന് ശേഷം എന്താ പറയുക, അവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. വേറെ സ്പോട്ടൊന്നും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പെട്ടെന്ന് എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് മഴ വന്നപ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ യാത്ര ഞങ്ങൾക്ക് ഇത് അവസാനിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളത് ഒരുപാട് മെമ്മറീസ് ആൻഡ് ഒരുപാട് ഫോട്ടോസ്, ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. സോ അതൊക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ ഈ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ അങ്ങനെ മഴ അങ്ങ് നല്ല രീതിയിൽ ആർത്തൊലിച്ച് പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു കുറച്ചങ്ങ് പോയപ്പോൾ മാനമൊക്കെ തെളിഞ്ഞു, പേമാരിയൊക്കെ അങ്ങ് അപ്രത്യക്ഷമായി. അപ്പോൾ ദിശ എങ്ങോട്ടെന്നറിയാത്ത രീതിയിൽ ഞാനും എൻ്റെ കുടുംബവും ഇങ്ങനെ ഒരു നഗരവീതിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയുടെ അവസാനം ഓർമ്മിക്കുന്നത് ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. എന്താ പറയുക, എല്ലാം ചേർന്ന ഒരു വളരെ എൻജോയ് ചെയ്തൊരു യാത്രയാണിത്. സോ എല്ലാവർക്കും എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യാൻ മറക്കരുത്. സോ ഇനി അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.